കളയും. അപ്പോൾ അതുകൊണ്ടാണ് തൈരും കൂട്ടി നല്ല ബ്ലം ബ്ലമ്മിനെ ഇരിക്കണം ഇവന് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മുടെ എവിടെയാണ് ബാ ബാ ദീപക്ക് വന്ന് അടിച്ചു വാരിയപ്പോൾ താഴെ നിന്നപ്പോൾ ഇവൻ എന്നെ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ കണ്ടില്ലല്ലോ ദീപക്ക് വന്നത്. ദീപക്ക് അവിടെ നിന്നപ്പോൾ അവൻ ഇവിടെ വന്ന് ഇരിക്കുന്നതൊക്കെ ഈ കാണുന്നത് കേട്ടോ. പാവം. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ബിസ്ക്കറ്റൊക്കെ കഴിച്ച് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് മോർണിംഗ് വാക്കൊക്കെ 4-4:30 മണിയായപ്പോഴേ കഴിഞ്ഞു കേട്ടോ. പിന്നെ തുടച്ചെടുത്ത് അവൻ്റെ അച്ഛൻ കയറ്റി. ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരിക്കുന്നത്. അവന് ദീപക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചാട്ടം ഓട്ടം. ദീപക്കിന് ഇങ്ങനെ കൈയൊക്കെ കുഴച്ചിട്ട് ഒരു ടാറ്റയൊക്കെ കൊടുക്കലുണ്ട്. കള്ളക്കുട്ടനാണ്. മമ്മി വരുമ്പോൾ ഒരു കള്ളക്കുട്ട കിടപ്പ് കഴിഞ്ഞാലേ കോർപ്പറേഷൻ വണ്ടി വരൽ ഒക്കെ പൂ തട്ടാൻ വേറെ വണ്ടി വരും കേട്ടോ. ഇതാണ് പൂ തട്ടണ വണ്ടി. ഇതാണ് പൂ തട്ടണ വണ്ടിയെ. വേസ്റ്റ് വെക്കുന്ന വണ്ടി വേറെ, വേസ്റ്റ് ഇടുന്ന വണ്ടി വേറെ. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി. പൂജയുടെ പൂ തട്ടാൻ ഇങ്ങനത്തെ വണ്ടി വേറെ വരും കേട്ടോ. നമ്മുടെ അല്ലാത്ത വേസ്റ്റ് തട്ടാൻ, നമ്മുടെ അടുക്കള വേസ്റ്റും അതൊക്കെ തട്ടാൻ വേറെ വണ്ടി വരും. അവർ രാവിലെ വന്നിട്ട് പോയി ഇതേ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പൂജാ സാധനങ്ങൾ തട്ടൂലേ, ആ വണ്ടിയാണ് കേട്ടോ. ഇത് കണ്ട് പൂവൊക്കെ കിടക്കുന്നത്. ഹലോ വെച്ചു രാവിലെയാണ് കേട്ടോ, അതിരാവിലെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇനി ഇതേ വഴി അടിക്കാൻ ആൾക്കാർ വരും കേട്ടോ. അതേ നമ്മുടെ ആര്യവേപ്പിലയൊക്കെ ഇവിടെ മൂടിക്കിടക്കുന്നു. ഇവിടെ അടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അവർ എടുത്തുകൊണ്ട് പൊക്കോളെ. ദീപൊക്കെ അടിച്ച് ഇവിടെ കൂട്ടിയിട്ടുണ്ട് ആര്യവേപ്പിലയുടെ ഇതൊക്കെ. ഇനിയിപ്പോൾ റോഡ് അടിക്കാൻ ആൾക്കാർ വരും. നമുക്കിവിടെ കത്തിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടെ നിറച്ചും ഫ്ലാറ്റുകളും കാര്യങ്ങളുമായിട്ട് ആൾക്കാരൊക്കെ പരാതി പറയും. മുനിസിപ്പാലിറ്റിക്കാർ നമ്മുടെ നാട്ടിലെ പോലത്തെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വേസ്റ്റ് തട്ടാൻ വണ്ടി എന്നും ഡെയിലി വരും. ഞായറാഴ്ച മാത്രം ഒരു അവധിയാണ് കേട്ടോ. എന്നും വരും. പൂ തട്ടാൻ വേറെ വണ്ടി, റോഡ് അടിക്കുന്നത് വേറെ, അങ്ങനെ കേട്ടോ. പേപ്പറുകാരനും വന്നു രാവിലെ. ഇവിടെ പേപ്പർ വെച്ചിട്ട് പോയി. ഈ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ കൊണ്ടുപോട്ടെ. ഒരാളിത് ഇങ്ങനെ മുകളിൽ നോക്കിയിരിക്കണ കണ്ടോ പോയോ? എവിടെ പൊന്നാ? പൊക്കോ, മമ്മി വരട്ടെ, അകത്തേക്ക് കയറട്ടെ. ഗ്രില്ല് തുറന്ന് കയറട്ടെ. മുകളിൽ നിന്ന് നോക്കിയിട്ട് ഓടി വന്നതാണ് കേട്ടോ എൻ്റെ പറകെ. അവിടെ പോയെന്ന് അവൻ്റെ അച്ഛൻ ചോദിച്ചുകൊണ്ട് ഓടി പോയതാണ് കേട്ടോ. മമ്മീൻ്റെ പറകെ വന്നത് വേസ്റ്റ് കേട്ടാൻ. മമ്മീയുടെ പിറകെ വന്ന മോളിൽ നിന്ന് നോക്കി സിറ്റൗട്ടിൽ നിന്ന്, എന്നിട്ട് താഴേക്ക് ഓടി വന്നതാണ്. അയ്യോ, ഇവക്ക് ഉച്ചക്ക് വരും പോന്നാ, ഉച്ചക്ക് വരും ബാ. ശരി അച്ഛനോട് കളിക്കാൻ. കേലാ കൂരിച്ചേ. ദീപക്ക് പോകുന്നു. ദീപക്കിനോടും കളിക്കണ, അച്ഛനോടും കളിക്കണ്. നോക്കിയിരിക്കണത് എന്താണ് കാണുന്നില്ലേ? കൊച്ചിൻ്റെ മോഹമൊക്കെ കഴിയാൻ കുറനേരുമായി ആ ഇരിപ്പ്, ആ നോട്ടമൊക്കെ നോക്കി വന്ന് കുറനേരുമായി ഇരിക്കുന്നത്. അയ്യോ കണ്ടോ? എൻ്റെ മോൻ നല്ല വൃത്തിയും മെനയൊക്കെയുള്ള കുഞ്ഞാണേ. കണ്ടില്ലേ കയറിയിരിക്കുന്നത്? അച്ഛനെ നോക്കുന്ന നോട്ടം കാണണം. ചെന്നോ വലിയ കാളു, ചെറിയ കാളുവിനെ നോക്കാനേ ഈ ഇടക്കിടയ്ക്ക് വരുന്നത്. ഇവൻ വേറെ 2 വലിയ കാളു. അപ്പോൾ നമ്മളിവിടെ വലിയ കാളു ചെറിയ കാളു എന്നാണ് വിളിക്കുന്നത്. ഇവരൊക്കെ കടിക്കും കേട്ടോ ഇവനെ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ ചെറിയ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വരുന്ന കാളു കടിക്കാറില്ല കേട്ടോ. ഇവർ നമ്മളെയൊന്നും ഒന്നും ചെയ്യൂല. പക്ഷെ അവർക്ക് കുശുമ്പ ഇവനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നതൊക്കെ. ഇവനെ സ്നേഹിക്കാൻ പാടില്ല. ടാറ്റാ കാണിച്ചു കൊടുത്തേ. ഈ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ എങ്ങനെയാ ദീപക്കിന് ടാറ്റ കൊടുക്കുന്ന പൊന്ന് കാണിച്ചു കൊടുക്ക്. ടാറ്റ കാണിച്ചു കൊടുക്കുക. നല്ല മോൻ, ഗുഡ് ബോയ്. ടാറ്റ. ഇപ്പുറത്തെ കൈയുണ്ട്. ടാറ്റ. ആ കൈകൊണ്ട് കാണിച്ചുണ്ട്. കൈകൊണ്ട് ഇത് ഇങ്ങനെ കാണിക്കണുണ്ട്. ടാറ്റ. ഒന്നും കൂടെ കാണിച്ചു കൊടുത്തേ പൊന്നു. ഈ കൈ കൊണ്ട് ടാറ്റ കാണിച്ചു കൊടുത്ത്. ഈ കൈ കൊണ്ട് കാണിച്ചു കൊടുത്ത്. ഈ കൈ കൊണ്ട് ടാറ്റ. എനിക്ക് വയ്യ. ഗുഡ് ബോയ് ആണ് കേട്ടോ. ഗുഡ് ബോയ്. മമ്മിയുടെ പോയിന് ഗുഡ് ബോയ്. ഉമ്മ ഈ ടാറ്റയൊക്കെ പറയാനറിയാം. ടാറ്റ പറയുമ്പോൾ കണ്ടില്ലേ ആ കൈ ഇങ്ങനെ കാണിക്കണേ. ടാറ്റ പറയുമ്പോൾ ഇങ്ങനെ. ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഇങ്ങനെ അല്ലേ പൊന്നോ? ടാറ്റ പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും.
പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ മോന്, അതായത് എൻ്റെ പെറ്റിന് എങ്ങനെയാണ് ഫുഡ് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ ചിക്കൻ കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചിക്കനും ചോറും കൂടെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഡോക്ടർ പറയുന്ന പോലെ തന്നെ കൊടുക്കുന്നത്. ഞാൻ പല വീഡിയോയിലും ഞാൻ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അവന് എണ്ണയോ നെയ്യോ നമ്മൾ കഴിക്കുന്ന സാധനമൊന്നും കൊടുക്കാറില്ല. അവന് പ്രത്യേകം വെച്ചാൽ കൊടുക്കുന്നത്. അപ്പോൾ എന്നാണെന്നറിയുമ്പോൾ അധികം മുടി കൊഴിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഹെൽത്തിന് നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ പച്ചക്കറി കൊടുക്കുന്നത്, അതും മെയിൻ പപ്പായ കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. പപ്പായയും ബ്രൊക്കോളിയൊക്കെ കേട്ടോ. അപ്പോൾ ബ്രൊക്കോളി ഇന്നില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അതെന്തിനെന്ന് വെച്ചാൽ പപ്പായ മനുഷ്യർക്ക് ലിവറിനും ഹാർട്ടിനും ഒക്കെ നല്ലതാണ്, ഇവർക്കും ലിവറിനും ഹാർട്ടിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ പപ്പായയും ക്യാരറ്റും ബീൻസും പിന്നെ അത് ഇച്ചിരി പരിപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറോഡാൽ ഇച്ചിരി എടുത്തിട്ടുള്ളൂ, ഒരുപാട് എടുത്തിട്ടില്ല. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ് കയറും കേട്ടോ. പരിപ്പുമായിട്ട് നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട്. തൈര് മേടിച്ച് വെച്ചിട്ടുണ്ട്. അവന് നമ്മുടെ വീട്ടിൽ വെക്കുന്ന തൈര് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഈ അമൂലിൻ്റെ തൈര് ഞങ്ങൾ മേടിക്കുള്ളൂ. ഇതിപ്പോൾ തണുപ്പ് ഇപ്പം ഇച്ചിരി കുറച്ച് തണുപ്പേ ഉള്ളൂ. അധികം ചൂട് വരുമ്പോൾ ഒരു കിലോയൊക്കെ മേടിച്ച് വെക്കും. അപ്പോൾ അവന് 2 ദിവസത്തേക്ക് കേട്ടോ. 1 കിലോ തൈരുണ്ടെങ്കിൽ അവന് 2 ദിവസത്തേക്ക്. ഇപ്പം തണുപ്പ് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും തൈര് ഇതിൻ്റെ പകുതിയേ ഇടുള്ളൂ. കാരണം ഇതുണ്ടല്ലോ, നമ്മളിത് വെക്കുന്നതുണ്ടല്ലോ. അപ്പോൾ ഇതുമായിട്ടാണ് ഇന്നത്തെ ഉച്ചത്തെ ചോറ് കൊടുക്കൽ അവന്. അപ്പോൾ ഞാൻ ഇത് കുക്കറിലിട്ട് ഇത് നല്ലവണ്ണം ഈ പരിപ്പും പപ്പായയും ബീൻസും ക്യാരറ്റും കൂടെ നല്ലവണ്ണം വേവിച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കും കേട്ടോ. കാരണം ഇവന് ഞാൻ വാരി കൊടുക്കുന്നുള്ളതുകൊണ്ട് ഇവൻ്റെ തൊണ്ടയിൽ എങ്ങാനും ബീൻസിൻ്റെ എന്തോ എന്ന് അവൻ തുപ്പിക്കളയും. അപ്പോൾ അതുകൊണ്ടാണ് തൈരും കൂട്ടി നല്ല ബ്ലംബ്ലമ്മിന് ഇരിക്കണം ഇവന് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മുടെ പെറ്റിനാണ് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വൃത്തിയില്ലായ്കയൊന്നും ആയി കൊടുക്കരുത് കേട്ടോ. അവർക്ക് വൃത്തിയോടെ തന്നെ കൊടുക്കണം. നമ്മൾ എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ തന്നെ കഴുകി നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ച് അവരെ ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊടുക്കരുത്, അങ്ങനെ കൊടുക്കരുത് കേട്ടോ. അവർക്ക് പ്ലേറ്റ് ഞാൻ വേറെ പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം വെക്കുമ്പോഴൊക്കെ നല്ലതായിട്ട് കൊടുക്കണം. അവൻ്റെ പ്ലേറ്റ് ഞാൻ നല്ലൊരു വലിയ പ്ലേറ്റ് അവന് ഞാൻ വച്ചിട്ടുണ്ട്. അല്ലാതെ അവന് എല്ലാം ഉണ്ടെങ്കിലും ഞാൻ തന്നെ വാരി കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫുഡുകളൊക്കെ കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും വെള്ളത്തിൻ്റെ പാത്രം എപ്പോഴും വെള്ളത്തിൻ്റെ പാത്രം കഴുകി കൊടുക്കണം. അതുപോലെ ഇവനെന്ന് വെച്ചാൽ എങ്ങനെയും ഒരു 5 ലിറ്റർ വെള്ളം കുടിക്കും കേട്ടോ ഡെയിലി. അതാണ് ഈ അപ്പം മൂത്രം ഒഴിക്കുന്നത്. പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് വരുമ്പോൾ അവൻ അതിനേക്കാൾ വെള്ളം അപ്പം ഒഴിച്ചു കൊടുക്കണം. ഇവർ വെള്ളം എന്തോരം കുടിക്കണം അത്രത്തോളം നല്ലതാണ് കേട്ടോ. അത് നല്ല പോസിറ്റീവാണ് അവർക്ക്. വെള്ളം ഒരുപാട് കുടിക്കണം. അപ്പം വെള്ളം ഒരുപാട് കൊടുക്കാൻ നോക്കണം. വെള്ളം ശുദ്ധമായ വെള്ളം കൊടുക്കാൻ നോക്കണം. ഇങ്ങനെ ചീത്ത വെള്ളമൊന്നും കൊടുക്കരുത് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ അവരുടെ പാത്രങ്ങളൊക്കെ നല്ലവണ്ണം കഴുകണം. ഞാൻ കാണിച്ചു തരാം എൻ്റെ മോൻ്റെ പ്ലേറ്റ്. ഇതാണ് എൻ്റെ മോൻ്റെ പ്ലേറ്റ് കേട്ടോ. ഞാൻ വച്ചിട്ടുണ്ട്, ഇത് കണ്ടോ. ഈ പ്ലേറ്റ് ഞാൻ നമ്മുടെ പ്ലേറ്റ് ട്രാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ പ്ലേറ്റ് വെക്കുന്നത് അത് ആ ട്രാക്കിൽ തന്നെ ഞാൻ ഇവൻ്റെ പ്ലേറ്റും വെച്ചിരിക്കുന്നത്. നല്ലവണ്ണം കഴുകി ഞാനല്ലേ വാരി കൊടുക്കുന്നത്. പിന്നെ അവന് ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അവന് വേണ്ടതായ പാത്രങ്ങൾ ഇത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. അവന് തിന്നാനും കുടിക്കാനൊക്കെ വേണം. ചിലപ്പോഴൊക്കെ ഇപ്പം ഇനി വെള്ളം ചൂട് വരുമ്പോൾ ഒരുപാട് പാത്രം വേണമല്ലോ. അപ്പം ഞാൻ വലിയ വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് കടയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിലാണ് കൊടുക്കണം. അല്ലാതെ ഒരുമാതിരി വൃത്തിയില്ലായ്കയുള്ള കൊടുപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ വൃത്തിയായിട്ട് തന്നെ അവന് എപ്പോഴും ഫുഡും കാര്യങ്ങളും അവൻ്റെ പാത്രങ്ങളും നമ്മുടെ പ്ലാറ്റ് തന്നെ ഞാൻ വെച്ചിട്ട്. അപ്പോൾ അതാണ് കേട്ടോ. ഇതൊരു വലിയ പാത്രം ഞാൻ മേടിച്ചതാണ്. കാരണം എന്തിനെന്ന് പറഞ്ഞാൽ അവൻ്റെ ചോറൊക്കെ വെക്കുമ്പോൾ തണിക്കാനും പെട്ടെന്ന് ഇല്ല. ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ഞാൻ പല വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടും, ഇച്ചിരി ഉപ്പിടും. ഒരുപാട് ഉപ്പിടാൻ പാടില്ല കേട്ടോ ഇവർക്ക്. എന്നാൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വെള്ള ഉപ്പല്ല കേട്ടോ, നമ്മുടെ ബ്ലാക്ക് സോൾട്ടാണ്. അതാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഇച്ചിരിയേ ഇടുകയുള്ളൂ. അത് അധികം ഇട്ടിരുന്നാലും അധികം ഒന്നും വരില്ല. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ മക്കളെ പോലെ തന്നെയാണല്ലോ. നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് അവർ. അപ്പോൾ അവർക്ക് വൃത്തിയും മെനയായിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. അങ്ങനെ വേണം. എൻ്റെ മനസ്സ് അനുവദിക്കില്ല. കാരണം ഞാൻ നല്ല വൃത്തിയും മെനയും അവൻ്റെ പാത്രങ്ങളൊക്കെ എപ്പോഴും കഴുകൽ, വെള്ളം മാറ്റി കൊടുക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോട്ടിൽ അക്വഗാർഡിൽ നിന്ന് എടുക്കുന്ന വെള്ളം തന്നെയാണ് അവന് കൊടുക്കുന്നത്.
ഞാൻ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളമൊന്നും കൊടുക്കാറില്ല കേട്ടോ. എനിക്കൊരു പേടി, ഇനി അവൻ്റെ ലിവറിനൊക്കെ ചീത്ത വെള്ളമൊക്കെ കൊടുത്താൽ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ അക്വഗാർഡിൽ നിന്ന് വീട്ടിൽ എടുക്കുന്ന വെള്ളം തന്നെ കൊടുക്കും. അപ്പോൾ ഇത് ഞാൻ നല്ലോണം വേവിച്ചിട്ട് നല്ലോണം ഉടച്ച് ചോറുമായിട്ട് തൈരുമായിട്ട് കൊടുക്കും. ഇതാണ് ഇവൻ്റെ ആഹാരം കേട്ടോ. പറഞ്ഞാൽ നമ്മുടെ മക്കളെ പോലെ തന്നെ ഇവനെ നോക്കുന്നല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വൃത്തിഹീനമായിട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സോട് നമ്മുടെ മക്കളായിട്ട് തന്നെ അവരെ നോക്കുന്നുള്ളവർക്ക് വൃത്തിഹീനമായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല വെള്ളം കൊടുക്കുക, നല്ലവണ്ണം അവരുടെ ഭക്ഷണമായിരുന്നാലും നല്ലവണ്ണം ഉണ്ടാക്കുക, നല്ല പാത്രത്തിൽ ഉണ്ടാക്കുക. നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണല്ലോ അവർ. അങ്ങനെ നോക്കുക. ഫാമിലി മെമ്പേഴ്സ് എന്നല്ല, നമ്മുടെ മകനാണ്. അപ്പോൾ അങ്ങനെ അവരെ നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ അവർക്ക് ഹെൽത്തൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അവൻ്റെ ഫുഡുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൂട് നല്ലതായിട്ട് വരുമ്പോൾ ഞാൻ ഈ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് തൊട്ട് അവന് തൈര് ഞാൻ എങ്ങനെയും ഒരു 300 ഗ്രാം തൈര് എന്നും ഡെയിലി കൊടുക്കും കേട്ടോ. ഡോക്ടർ കൊടുക്കാൻ പറയണം, പാല് കൊടുക്കണ്ടെന്ന് പറഞ്ഞു, പക്ഷേ തൈര് കൊടുക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇത് ചോറായിട്ട് ഇത് വെജിറ്റബിളായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാത്രി പെഡിഗ്രി കൊടുക്കും കേട്ടോ. പരിപ്പും പപ്പായയൊക്കെ വെന്ത് കിട്ടി, അതൊന്ന് നല്ലവണ്ണം ഞാൻ ഈ കൈ കൊണ്ട് ഉടക്കും കേട്ടോ. ചില പെറ്റുകളൊക്കെ അങ്ങനെ തന്നെ കഴിക്കും കേട്ടോ, പക്ഷേ നമ്മുടെ മോനെ അത് പറ്റൂല. തൊണ്ടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ തുത്തി കളയില്ല. കൊച്ചു പിള്ളേരെ പോലെ വായ അടച്ച് പിടിക്കും, കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ച് ചൂടോടെ ഉടക്കുമ്പോൾ നല്ലവണ്ണം ഉടഞ്ഞു പോകും. തൈരൊക്കെ ഇടുമ്പോൾ നല്ല ബ്ലാ ബ്ലാ ഇരിക്കും. തൊണ്ടയിലേക്ക് ഇറങ്ങണ പരുവത്തിലാക്കണം അവനിങ്ങനെ കുഴഞ്ഞ് നല്ല ബ്ലാ ബ്ലാ ഇരുന്നിരുന്നാലേ ഇഷ്ടപ്പെടുള്ളൂ അത് കണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലവണ്ണം ഈ കയ്യിൽ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ പലരും എന്നോട് ചോദിക്കും കേട്ടോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവനിങ്ങനെ കൊടുത്ത് ശീലിച്ചുകൊണ്ട് അവന് തൊണ്ടയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ പിന്നെ കഴിക്കില്ല. അതെ. അപ്പോൾ ഞാൻ ഇതൊക്കെ നല്ല ഉടച്ച് തൈരായിട്ടൊക്കെ ഒന്ന് കൈ കൊണ്ട് പീച്ചി ഒക്കെയാണ് അവന് കൊടുക്കണം. തൈരും കൂടെ ഇടുമ്പം അതൊരു നല്ല തൊണ്ടയിലേക്ക് ഇറങ്ങാൻ പരുവത്തിനായിരിക്കും കേട്ടോ. തന്നെ കഴിക്കുന്ന പെറ്റാണെങ്കിൽ അത്രയധികം ബ്ലാ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതിവ ഇങ്ങനെ തന്നെയല്ലല്ലോ, നമ്മൾ വാരി കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ നല്ലവണ്ണം ചൂടോടെ ഇരിക്കുമ്പോൾ നല്ലവണ്ണം മാഷാവും കേട്ടോ, നല്ലവണ്ണം അത് ഇതാവും. അപ്പോൾ അവൻ്റെ ചോറ് അടുപ്പത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ നല്ലവണ്ണം ഇടിച്ച് ഇതായിട്ട് വച്ചിട്ടുണ്ട്. തൈരും കൂടെ ഒഴിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ പരിവാവും കേട്ടോ. എന്നിട്ട് ചോറ് കൊടുക്കും, ചോറ് വെച്ച് വാരിക്കൊടുക്കും. അടച്ചിരിക്കട്ടെ, ചോറാകട്ടെ, എന്നിട്ട് കൊടുക്കാം. ഉണ്ടാക്കാനാണ് കേട്ടോ. നേരത്തെ മുന്നിലേക്ക് ഇറങ്ങി നിൽക്കവിടെ. വെപ്രാളം കാണിക്കുന്നേ, എല്ലാത്തിനും ഈ വെപ്രാളം കാണിക്കുന്നത് എന്താണ്? ഓ വെപ്രാളം കാണിക്കണം, വെപ്രാളം. ആ പേരി പോയിട്ട് വേണം. എന്താ ഓട്ടം? ഫോണ് പറക പോണ കണ്ടോ? പറക കുടുങ്ങി അല്ല പോക്കൂ നോക്കൂ. ടാറ്റ പറയാൻ വന്നിരിക്കണ, ടാറ്റ പറയാൻ അവിടെ ഇരിക്കല്ലേ. ഇറങ്ങി വന്നേ, മതി എനിക്ക് ാണ്. ഗുഡ് ബോയ്. അവിടെ എന്ത് ചെയ്യുന്ന പൊന്ന്? കള്ളത്തരത്തിൻ്റെ ലക്ഷണം ഉണ്ടല്ലോടാ. എന്താ അവിടെ നിൽക്കുന്നത്? വെയിൽ കൊള്ളണോ? ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് പോവാട്ടാ. അപ്പം നമ്മൾ തുണി വിരിക്കാൻ വന്നതാണ് ഫ്രണ്ട്സ്. ചൂട് തുടങ്ങി കേട്ടോ. വരുത്താൻ എന്നെയും കാത്ത് കിടക്കുന്ന കേട്ടോ. അപ്പം ഇന്ന് ദീപക്ക് രാവിലെ വന്ന് ഉച്ചയ്ക്ക് വരത്തില്ല. അപ്പോൾ അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ട്. അവൻ്റെ ചോറ് എടുത്ത് തണുക്കാൻ വെച്ചിട്ട് വന്നപ്പോൾ തുണി വിരിച്ചിട്ട് പോയി അവന് കൊടുക്കണം. കാണിച്ചു തരാം കേട്ടോ ചോറ് എങ്ങനെയാണെന്ന്. ചോറ് എല്ലാവരും കണ്ടിരിക്കുക, അവന് കൊടുക്കുന്ന രീതി കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. തുളസിയൊന്നും ഉണങ്ങുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പോൾ ചൂട് വന്നു കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളവും നല്ല ചൂട് തന്നെയായിരിക്കും കേട്ടോ. അപ്പം 2-3 പ്രാവശ്യം നമ്മൾ മോട്ടർ അടിച്ച് അപ്പം തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടിയിരിക്കും. ടെറസൊന്നും നനച്ച് കൊടുക്കേണ്ടിയിരിക്കും. അങ്ങനെയൊക്കെ കേട്ടോ. രാവിലെ അവൻ്റെ അച്ഛൻ നനച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മാർച്ച് ഏപ്രിലൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എൻ്റെ ഹസ്ബൻഡൊക്കെ സുഖമില്ലാതെ ഈ കമ്പനി പൂട്ടിക്കഴിഞ്ഞപ്പോഴേ, കോവിഡ് വന്ന് കമ്പനി പൂട്ടിയപ്പോൾ പിന്നെ ചെടി നോക്കാൻ ആളില്ലാതായി. മറ്റത് എല്ലാം ഞായറാഴ്ച വന്ന് ചെടികൾ നോക്കും, മരുന്നിടും, അങ്ങനെയൊക്കെ ആയിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഉണങ്ങി. പിന്നെ വീട് മുകളിൽ വെച്ചപ്പോൾ എല്ലാ ചെടികളും സിമെൻറ്റും ഒക്കെ കൊണ്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ചെടിച്ചട്ടികൾ കുറേ ഇരിപ്പുണ്ട്. കാരണം പണ്ടത്തെ ചെടികളുടെ ചെടിച്ചട്ടികളാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടി ആരും മുതിർന്നില്ല. അതാ എന്താകുന്നത്, ഈ സിമെൻറ്റൊക്കെ കൊണ്ട് ചെടികൾ പെട്ടെന്ന് നശിഞ്ഞു പോവും. ഫുഡ് കഴിക്കാം. രാവിലെ അവന് കൊടുത്തിട്ട് അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കണം, വിളക്ക് എത്തിക്കണം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്നാണ്. ഇത് ഭയങ്കര കയ്പ്പാണ് കേട്ടോ. ഇതുകൊണ്ടാണ് അവൻ ഓടി കട്ടിലിൻ്റെ അവിടെയൊക്കെ കിടക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ വയ്യാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബെൽറ്റിട്ട് കെട്ടിയിട്ട് കൊടുക്കുന്നില്ല. പിന്നെ മരുന്ന് ഡെയിലി കൊടുക്കണ്ടേ. ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണത്തിന് മുമ്പ്, രാത്രി ഭക്ഷണത്തിന് മുമ്പ്, രാത്രി ഭക്ഷണത്തിന് ശേഷം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബെൽറ്റിട്ട് കെട്ടുന്നില്ല. ഇവനെ ബെൽറ്റിട്ടൊന്ന് ആ സമയത്ത് കെട്ടും, അത് കഴിഞ്ഞ് ഉരിയിടും കേട്ടോ മരുന്ന് കൊടുത്തതിന് ശേഷം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ അവന് ഞാൻ ചോറ് തണുക്കാൻ വച്ചിട്ട് പോയിട്ടാണ് മുകളിൽ തുണി വിരിക്കാൻ പോയിട്ട്. അപ്പോൾ രാവിലെ അതങ്ങോട്ട് കൊടുത്ത് അവന് തുടച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലെ വാരിക്കൊടുത്ത് അവന് തുടച്ച് അവന് ശരീരമൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞ് അവൻ്റെ പണി കഴിഞ്ഞപ്പോൾ അവൻ ഒരിടത്ത് ഇരുന്ന് കിടന്നോളും, ഇത് ചെയ്തോളും. അപ്പോൾ എനിക്ക് അടിച്ച് തുടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ പരിപ്പ് രാവിലെ കാണിച്ച പരിപ്പും എല്ലാം ഇത്രയും ഇട്ടിട്ടാണ് കേട്ടോ. പകുതി പപ്പായോളം ഞാൻ ഇട്ടു. പപ്പായയൊക്കെ ബ്രൊക്കോളി ഇടുന്നത് നല്ലതാണ്. ബ്രൊക്കോളി ഇല്ലായിരുന്നു കേട്ടോ. ബ്രൊക്കോളി ഇന്നലെ അവന് ഞാൻ കൊടുത്തായിരുന്നു വൈകുന്നേരം. എന്നിട്ട് ഈ തൈര് ഒഴിക്കുമെന്ന് കാണിച്ചു തരാം. തൈരും കൂടെ ഒഴിച്ചിട്ട് അവന് ഈ രീതിയിൽ ഇരിക്കണം കേട്ടോ, എന്നാലേ കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ ചൂട് വന്നു കഴിഞ്ഞാൽ ഡെയിലി തൈര് കൊടുക്കലായിരിക്കും കേട്ടോ. അപ്പോൾ തൈര് ഒത്തിരി കൊടുക്കും. 300-400 ഗ്രാം തൈര് അവന് ഡെയിലി ഞങ്ങൾ കൊടുക്കും ചൂടത്ത്. കാരണം ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നല്ലവണ്ണം പീച്ച് ഞാനവന് വാരി കൊടുക്കുന്നുള്ളതുകൊണ്ടേ എല്ലാവരും ചോദിക്കും കേട്ടോ, പെറ്റിന് എന്തിനാണ് വാരി കൊടുക്കുന്നത്? അത് എന്താണെന്നറിയാമോ? ഇവന് കുറേ മെഡിസിൻ, ഇവന് ചെറുപ്പത്തിലേ ഒരു ഇച്ചിരി അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കുറേ മെഡിസിൻ തന്നു, ആൻറ്റിബയോട്ടിക്കും ഒക്കെ. അപ്പോൾ ഞാൻ ഇവനെന്ത് ചെയ്യുന്നറിയാമോ, ഇതുപോലത്തെ ലിക്വിഡായിട്ടുള്ള മരുന്നുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചോറ് കൊടുത്തിട്ട് കൊടുക്കണം. ചോറ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ വാരി കൊടുത്തിട്ട്, അവൻ കഴിക്കാൻ മടിയനായിരുന്നു. അപ്പോൾ വാരി കൊടുത്ത് അവന് അത് ശീലിപ്പിച്ചു പോയി. അതിന് ശേഷം അവന് പിന്നെ എൻ്റെ കൈ കൊണ്ടേ കഴിക്കുള്ളൂ കേട്ടോ. പക്ഷേ അത് ആരെ ശീലിക്കാതിരിക്കുന്നതാണ് നല്ലത്, തന്നെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇതിപ്പോൾ ശീലിച്ചുകൊണ്ട് പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ പണി വരും കേട്ടോ. പിന്നെ ചിക്കൻ മാത്രം 2 ദിവസം ഭക്ഷണം കഴിക്കൂല, ബിസ്ക്കറ്റ് മാത്രം കഴിക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ചിക്കൻ മാത്രം കഴിക്കും. ഞാൻ വരുമ്പോൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഇത്രയും തൈര് ഞാൻ ഒഴിച്ച് അവന് നല്ല ബ്ലാന്ന് ദേ ഇങ്ങനെ ഇരിക്കണം കേട്ടോ, എന്നാലേ അവൻ കഴിക്കുള്ളൂ. അപ്പോൾ അവന് ഫുഡ് കൊടുക്കുന്ന രീതിയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വെജാണ് കൊടുക്കുന്നത്. വൈകുന്നേരം ഞാൻ പെഡിഗ്രി കൊടുക്കും, നാളെ ചിക്കൻ കൊടുക്കും. അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോന്ന് ഡെയിലി. അവന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ അവന് ഫുഡ് കൊടുത്തിട്ട് വരട്ടെ, വാരി കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.